കർദിനാളാകാൻ കൊതിച്ച് മാർ പാംപ്ലാനിയെ കൂട്ടി റോമിലെത്തിയ മാർ റാഫേൽ പിതാവിനോട് പരിശുദ്ധ സിംഹാസനം ഇങ്ങനെ അരുൾ ചെയ്തു. പിതാവ് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം കർദിനാൾ പദവി ഒരു പട്ടമല്ല, അത് റോമൻ സഭയിലെ ഒരു ബഹുമാന്യ പദവി മാത്രമാണ്. വിശിഷ്ടമായ സേവനം നൽകുന്നവർക്ക് നൽകുന്ന ഒരു ദേശീയ പുരസ്കാരം പോലെ കത്തോലിക്ക സഭ നൽകുന്ന ഒരു പദവി. അപ്രകാരം പരിശുദ്ധ സിംഹാസനത്തെ കേട്ട് തിരികെ വിമാനം പിടിച്ച് നാട്ടിലെത്തിയ റാഫേൽ പിതാവിന് സങ്കടം അടക്കാനാകുന്നില്ല. റിപ്പോർട്ടർ ചാനലാണല്ലോ ആർച്ച് ബിഷപ്പ് കർദിനാളാകുന്നു, അതിന് മുന്നൊരുക്കങ്ങൾക്ക് റോമിൽ പോയിരിക്കുന്നു എന്നൊക്കെ തിരികെ വന്നാൽ കർദിനാൾ എന്നൊക്കെ ബ്രേക്കിംഗ് വാർത്ത നൽകിയത്. എന്നിട്ട് തിരുത്തിയോ? ഇല്ല. ക്രിസ്തുമസിന് പിതാവിന് അരമനയിലെത്തിയൊരു കേക്ക് നൽകിയ റിപ്പോർട്ടർ മാനേജ്മെന്റ് അതൊന്ന് കോംപ്രമൈസ് ആണ്. റാഫേൽ പിതാവിന്റെ ദുഃഖവും നിരാശയും ആരോട് പറയും? ഇത്തവണ കൂവക്കാട് പിതാവ് കർദിനാൾ പദവി സ്വീകരിച്ചപ്പോൾ സുറിയാനി പാരമ്പര്യത്തിലുള്ള കറുത്ത പുറംകുപ്പായത്തിൽ കർദിനാൾ റെഡ് എന്ന ചുവന്ന നിറം ഉൾപ്പെടുത്തിയിരുന്നു. സ്വാഭാവികം. കറുപ്പൻ ചുവപ്പൻ നിറ തൊപ്പിയാണ് അദ്ദേഹം ധരിച്ചിരുന്നത്. എറണാകുളം വിമാനം ഇത് കണ്ട് ആരിളകി നടക്കുകയാണ്. മാർപ്പാപ്പ നൽകുന്ന പദവിയാണ് കർദിനാൾ പദവി എന്നതുകൊണ്ട് റോമൻ ബിഷപ്പിന്റെ വേഷവും തൊപ്പിയും അണിഞ്ഞാലേ കർദിനാളാകൂ എന്നാണ് ഈ വിമതർ ധരിച്ചിരിക്കുന്നത്. കൽദായ സുറിയാനി റീത്തിലെ കുർബാന കുപ്പായവും തിരുവസ്ത്രവും അണിഞ്ഞുകൊണ്ട് കൽദായ സുറിയാനി ക്രമത്തിലുള്ള കുർബാന ചൊല്ലുന്ന എറണാകുളത്തെ വിമതർക്ക് കൽദായ പാരമ്പര്യത്തിലുള്ള ബിഷപ്പിന്റെ കുപ്പായത്തിൽ അലർജി ഉണ്ടാകുന്നത് സ്വാഭാവികം, കൗതുകകരം. ഈ കർദിനാൾ പദവിക്ക് വസ്ത്രത്തിന്റെ നിറം മാറുന്നതല്ലാതെ വേറെ കൂട്ടിച്ചേർക്കലുകളോ ഒന്നുമില്ല. അരക്കെട്ടുന്നത് മെത്രാനെ തിരിച്ചറിയാൻ പോലും ഒരു ഘടകവുമല്ല. കത്തോലിക്ക സഭയിൽ കർദിനാൾ പദവിക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകത മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള വോട്ടവകാശം ഈ കർദിനാൾ പദവി സ്വീകരിക്കുന്നവർക്ക് ലഭിക്കുന്നു എന്നതാണ്. അതും 5-10 വർഷത്തിൽ ഒരിക്കലാണ്. റോമൻ സഭയിൽ നിന്നും കർദിനാൾമാരാകുന്നവർ ധരിക്കുന്നത് റോമൻ ബിഷപ്പിന്റെ വേഷം തന്നെയാണ്. റോമൻ സഭയിലെ ബിഷപ്പുമാരുടെ ഔദ്യോഗിക വേഷം പർപ്പിൾ നിറമുള്ള ഹെയർ ഡ്രസ്സും അതേ നിറമുള്ള മുക്കോൺ തൊപ്പിയുമാണ്. റോമൻ സഭയിലെ ബിഷപ്പുമാർ കർദിനാളാകുമ്പോൾ ഉണ്ടാകുന്ന വേഷത്തിന്റെ ഏക വ്യത്യാസം അവരുടെ ബിഷപ്പിന്റെ കുപ്പായത്തിന്റെയും തൊപ്പിയുടെയും നിറം പർപ്പിൾ നിറത്തിൽ നിന്ന് മാറി കർദിനാൾ റെഡ് എന്നറിയപ്പെടുന്ന ചുവപ്പ് നിറമാക്കുന്നു എന്നതാണ്. കർദിനാൾ പദവിക്ക് വസ്ത്രത്തിന്റെ നിറം മാറുന്ന ലത്തീൻ സഭയിലെ കർദിനാൾമാർ റോമൻ ബിഷപ്പുമാരുടെ അതേ കുപ്പായം ചുവപ്പ് കളറിലാക്കി ഉപയോഗിക്കുന്നു എന്ന് സാരം. ആയതിനാൽ പൗരസ്ത്യ സഭകളിലെ ബിഷപ്പുമാർ കർദിനാൾ പദവി സ്വീകരിക്കുമ്പോൾ അവരവരുടെ സഭയിലെ ബിഷപ്പിന്റെ ഔദ്യോഗിക വസ്ത്രത്തിൽ കർദിനാൾ റെഡ് എന്ന ചുവപ്പ് നിറം കൂട്ടിച്ചേർക്കുന്നു. അല്ലാതെ റോമൻ ബിഷപ്പുമാരുടെ ഡ്രസ് കോഡാണ് കർദിനാളിന്റെ ഔദ്യോഗിക വസ്ത്രധാരണം എന്നൊരു കാഴ്ചപ്പാട് കത്തോലിക്ക സഭയ്ക്കില്ല. പക്ഷെ വിമതർക്കുണ്ട്. അവരുടെ മനസ്സിലായിപ്പോയി. ഉക്രൈനിയൻ, കൽദായ, സിറോ മലങ്കര, മാറോനിത്ത എന്നീ പൗരസ്ത്യ കത്തോലിക്ക സഭകളിലെ കർദിനാൾമാർ മാർപ്പാപ്പയിൽ നിന്ന് പദവി സ്വീകരിക്കുമ്പോൾ തങ്ങളുടെ സഭയിലെ ബിഷപ്പുമാരുടെ ഔദ്യോഗിക വസ്ത്രമല്ലാതെ റോമൻ സഭയിലെ ബിഷപ്പുമാർ അണിയുന്ന സ്ഥാന വസ്ത്രം ധരിക്കാറില്ല. സിറോ മലബാർ സഭയാണ് കത്തോലിക്ക കൂട്ടായ്മയിൽ ഏറ്റവും വലിയ പൗരസ്ത്യ സഭ എന്നത് ഒരു സംശയമില്ല. ഈ സഭ പൗരസ്ത്യ കൽദായ സുറിയാനി പാരമ്പര്യത്തിലുള്ള സഭ തന്നെയാണ്. സിറോ മലബാർ സഭയുടെ ആരാധനാക്രമവും ആരാധനാക്രമ വസ്ത്രങ്ങളും എല്ലാം പൗരസ്ത്യ സുറിയാനി അഥവാ കൽദായ പാരമ്പര്യത്തിൽപ്പെട്ടാണ്. എന്നാൽ സിറോ മലബാർ സഭയിലെ ബിഷപ്പുമാർ നിലവിൽ അവർ വൈദികരായപ്പോൾ അണിഞ്ഞ ലോഹയ്ക്കൊപ്പം ഒരു കുരിശിമാരെ അരക്കെട്ട് ധരിക്കുന്നു. അതല്ലാതെ പൗരസ്ത്യ സുറിയാനി മെത്രാന്മാരുടെ ഔദ്യോഗിക വേഷം പോലും അണിയാറില്ല. അവർ തിരിച്ചറിഞ്ഞ ഔദ്യോഗിക ഡ്രസ് കോഡ് നിലവിലില്ല. മിക്കപ്പോഴും സിറോ മലബാർ മെത്രാന്മാർ അരക്കെട്ട് പോലും ധരിക്കാറില്ലെന്ന് ഓർക്കണം. റോമിലൊക്കെ മോൺസിഞ്ഞർമാർ പോലും അരക്കെട്ട് ധരിച്ചാണ് എപ്പോഴും നടക്കാറുള്ളത്. അവിടെ പിടിവീഴും. അതുകൊണ്ട് അരക്കെട്ട് എന്നത് മെത്രാനെ തിരിച്ചറിയാൻ പറ്റുന്നൊരു ഘടകമേ അല്ല. സിറോ മലബാറിലെ പിതാക്കന്മാർ ഫ്രാൻസിസ് പാപ്പയെ കാണാൻ പോയ അവസരത്തിലൊക്കെ മാർപ്പാപ്പ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ഒരു പൗരസ്ത്യ സഭയായിട്ടും എന്തിനാണ് റോമൻ സഭയുടെ ഔദ്യോഗിക വസ്ത്രങ്ങൾ ധരിക്കുന്നത്? കൂവക്കാട്ട് പിതാവ് കർദിനാളെ പ്രഖ്യാപിക്കപ്പെട്ട ശേഷം മാർപ്പാപ്പ തന്നെ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടതാണ് അദ്ദേഹം സിറോ മലബാർ സഭ ഉൾപ്പെടുന്ന പൗരസ്ത്യ സുറിയാനി പാരമ്പര്യത്തിലുള്ള ബിഷപ്പുമാരുടെ ഔദ്യോഗിക വസ്ത്രമായ കറുത്ത കുപ്പായവും തൊപ്പിയും ധരിക്കണമെന്ന്. സിറോ മലബാർ സഭയുടെ ആദ്യ 3 കർദിനാൾമാരായ മാർ പാറേക്കാട്ടിൽ, മാർ പടിയറ, മാർ വിധേയത്തിൽ എന്നിവർ ലത്തീൻ ബിഷപ്പുമാരുടെ ഔദ്യോഗിക വേഷമാണ് കർദിനാൾ പദവി സ്വീകരിച്ചപ്പോൾ ധരിച്ചത്. എന്നാൽ ആലഞ്ചേരി പിതാവ് കർദിനാൾ പദവി സ്വീകരിച്ചപ്പോൾ അദ്ദേഹം പൗരസ്ത്യ സുറിയാനി പാരമ്പര്യത്തിലുള്ള ഒരു പുറം കുപ്പായം ചുവന്ന നിറത്തിലാക്കി ധരിച്ചു തുടങ്ങി. അങ്ങനെ ആലഞ്ചേരി പിതാവാണ് ലത്തീൻ കുപ്പായം നിറത്തിലാക്കി ഒരു മാറ്റം കൊണ്ടുവന്നതെങ്കിലും അതെങ്കിലും ഒന്ന് അംഗീകരിക്കാൻ വിമത വൈദികർ, വിമത മുന്നേറ്റക്കാർ തയ്യാറാകണം.